ഇത്തവണ തിരൂരങ്ങാടി മാറുമെന്ന് ഉറപ്പിച്ചാണ് LDF സ്ഥാനാർത്ഥി അജിത് കൊള്ളാടി മത്സരത്തിനിറങ്ങിയത്. UDF കുത്തക മണ്ഡലമായതുകൊണ്ട് ഒരു വികസന നേട്ടവും മണ്ഡലത്തിലെത്തിയില്ലെന്നാണ് അജിത് കൊള്ളാടി പറയുന്നത്. അതിലേക്ക് തിരൂരങ്ങാടിയിൽ കഴിഞ്ഞ തവണകളിലൊക്കെ ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ്. അതിൽ ഇത്തവണ തിരൂരങ്ങാടി പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുമായാണ് ഇടതുമുന്നണി മത്സര രംഗത്തിറങ്ങുന്നത്. സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. 9,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കഴിഞ്ഞ തവണ ശ്രീ KP മജീദിന്. നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്? എന്താണ് ഈ മണ്ഡലത്തിന് ആവശ്യം? തിരൂരങ്ങാടി സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. തിരൂരങ്ങാടിയിലാണെങ്കിൽ ഇപ്പോൾ ഈ കടലോര പ്രദേശം തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ ഇപ്പോൾ നമ്മൾ കടൽ ഭിത്തികൾ പൊളിഞ്ഞു വീണ് കടലാക്രമണം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന് സുരക്ഷിതത്വമില്ലാത്തൊരു ഭൗമിക സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ജനപ്രതിനിധികളായിട്ടുള്ള പലരും പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അതിലൊന്നും കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാതെ വളരെയധികം ഒരു അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്ന ജനവിഭാഗം. അപ്പോൾ അതാണ് പ്രഥമമായിട്ട് പരിഗണനകളിൽ ഒന്നായിട്ട് വരിക. സമൂലമായ മുന്നേറ്റം വളരെ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മാറ്റം സുനിശ്ചിതം മാറുമെന്ന് ഉറപ്പാണ്. ഞങ്ങളിപ്പോൾ UDF സ്ഥാനാർത്ഥിയെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഭൂരിപക്ഷം ഉയർത്തുക എന്നുള്ളതാണ് ഇവിടെ ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ്. അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടി റെപ്രസെന്റ് ചെയ്തിരുന്ന മണ്ഡലമാണ്. എന്നിട്ട് പോലും അത്തരത്തിലുള്ളൊരു നേട്ടം ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണോ പറയുന്നത്? ഇല്ല, വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു, ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പണ്ട് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം കൂട്ടുക എന്ന് പറയുമ്പോൾ അത് അവരുടെ രാഷ്ട്രീയം. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്താ? ഉള്ള ഭൂരിപക്ഷത്തിന് ഇല്ലായ്മ ചെയ്ത് ഇടതുപക്ഷം വിജയിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ട് മാർഗത്തിലൂടെ പോകും. ആശയപരമായ പ്രചരണം ഉണ്ടാവും, സംഘടനാ വൈഭവം ഉണ്ടാവും. 30,000 ഭൂരിപക്ഷമുള്ള ശ്രീമാൻ അബ്ദുറബ്ബിൻ്റെ വിജയത്തിന് ശേഷം 6,000-ലേക്ക് ആ ഭൂരിപക്ഷം കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ് നിയാസ് പൊളിക്കലത്ത്. പിന്നെ ഇത് 8,000-ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടാകാൻ യാതൊരു പ്രയാസവുമില്ല, മാറും എന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ഒരു ഡീൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. തിരൂരങ്ങാടിയിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നതായി അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ പ്രവർത്തകരൊക്കെ ആയിട്ട് സംസാരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതേതര പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാവിധ ജനാധിപത്യ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. BJPയും കോൺഗ്രസും തമ്മിലുള്ള ലീഗിൽ പല മണ്ഡലങ്ങളും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.